ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെ സന്തോഷങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്ന എനർജിയാണ്. പലരും നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണോ, അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അത് കബളിപ്പിക്കാനുള്ളതാണോ, അല്ലെങ്കിൽ നിങ്ങളെ മോശമായിട്ട് പറഞ്ഞതാണോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാകുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും ദൈവികമായ അനുഗ്രഹത്തിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ദൈവികമായ അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളിലേക്ക് അഥവാ ജീവിതത്തിന്റെ ഒരു അഭിവൃദ്ധിയിലേക്ക് ഇപ്പോൾ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഒരുപാട് പേർക്കും ഉള്ളതാണെന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോൾ സ്പിരിച്വൽ വേയിലൂടെ കടക്കുന്ന വ്യക്തികളാണെന്ന് കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആവശ്യമില്ലാത്തതിനെയൊക്കെ ഉപേക്ഷിച്ച് ചില നല്ല കാര്യങ്ങളിലേക്ക്, നല്ല എനർജി സ്വീകരിക്കാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്. അതുപോലെ നല്ലതുപോലെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുന്ന സമയമാണെന്നും കാണുന്നു. ഉള്ളിലെ വെളിച്ചത്തിലൂടെ അല്ലെങ്കിൽ ഉള്ളിലെ ഉൾക്കണ്ണിലൂടെ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും ഈ ഒരു സമയത്ത് സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു പരിവർത്തനം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. തന്നെയുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും. ഇവിടെ 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കണ്ടില്ലേ? അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പരിവർത്തനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ 4 പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റിയാണ്. സാമ്പത്തികപരമായ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു എനർജി, ഹൈ പ്രീസ്റ്റസിന്റെ എനർജി വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു അഭിവൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്, ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഏത് വിധത്തിലായാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്നുണ്ട്. അതിനെ അത്യാവശ്യ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതിനെ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കാൻ പാടില്ല. അനാവശ്യകരമായ കാര്യങ്ങളിൽ ഉപയോഗിക്കാതെ അത്യാവശ്യമായ ചില കാര്യങ്ങളിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് 10 മടങ്ങായി നിങ്ങളുടെ സാമ്പത്തികം വർദ്ധിച്ചു വരുന്നതായിട്ടും ഇവിടെ നമുക്ക് പറയാം. കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങളിലൊക്കെ നല്ല ക്ലാരിറ്റി വരുന്നുണ്ട്. നിങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം ആൾക്കാർ അടുത്തുകൂടാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും ഒക്കെയും ഒരു വിലയുണ്ടാകുന്ന സമയമാണ്. അതല്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതിനെ ഒക്കെയും പ്രാവർത്തികമാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കിങ്ങിന്റെ എനർജി അല്ലേ, ഹൈ എനർജിയിലുള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. പാവങ്ങളെ സഹായിക്കാനും പാവങ്ങളോട് ദയയും കരുണയും ഒക്കെ കാണിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് വരുന്തോറും നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഉയർച്ച വരുന്നു എന്നുള്ളതാണ് കാണുന്നത്.
ഇവിടെ സൺ കാർഡാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഒരു സൺ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാനുള്ള എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് സുഖം വന്നാലും ദുഃഖം വന്നാലും എല്ലാം ഒരേപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരേപോലെ നിങ്ങൾക്ക് ജീവിതത്തെ ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. അത്രമാത്രം സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. സണ്ണിന്റെ എനർജി അല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു തുടക്കം വരുന്നുണ്ട്. ഒരുപാടുള്ള ആ ഒരു ഇരുള് മാറിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു ദുരന്തങ്ങൾ അല്ലെങ്കിൽ ദുരിതം നിറഞ്ഞ ആ ഒരു സമയത്തെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ, വെളിച്ചത്തിലേക്ക് വരാൻ സാധിക്കുന്നു. ഇരുളിനെ മറികടന്ന് സൂര്യൻ വരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതം മാറി പ്രകാശം വരുന്നു എന്നുള്ളതാണ്, സന്തോഷം വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ ചിലപ്പോൾ പുതിയ വീടിന് ഉള്ള സമയമായിരിക്കാം, അഥവാ ചിലപ്പോൾ വാഹനം വാങ്ങിക്കുന്നതാവാം, വിവാഹം കഴിയുന്നതാവാം, കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതിങ്ങനെ സന്തോഷിക്കുന്ന എനർജി ആവാം. എന്തായാലും ശരി, ഒരുപാട് തരത്തിലുള്ള സന്തോഷം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കാനുള്ള സമയമായിരിക്കുന്നു. ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തികപരമായി നല്ലൊരു ഉയർച്ചയിലേക്ക് വരാനും സമ്പത്തിന്റെ രാജാവാകാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. എങ്ങനെയെങ്കിലും ചിലപ്പോൾ സാമ്പത്തികം വരും, ചിലപ്പോൾ ലോട്ടറികളാവാം, അതുമല്ല എങ്കിൽ ചിലപ്പോൾ ചിട്ടി, ലോണ്, എന്തെങ്കിലും വിധത്തിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ്. ഇനി അതുമല്ല എങ്കിൽ ജോലി ചെയ്തിരുന്നിടത്തു നിന്നും പൈസ കിട്ടാനുള്ള എനർജിയാവാം, അതുമല്ല എങ്കിൽ ചിലപ്പോൾ പൂർവിക സ്വത്ത് കിട്ടാനുള്ള എനർജിയാവാം. എന്തായാലും ശരി, നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വിധത്തിലും സാമ്പത്തികം വന്നു ചേരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് 7 ഓഫ് പെന്റക്കിൾസ് ആണ്. കണ്ടില്ലേ? നിങ്ങൾ എന്തിനു വേണ്ടിയെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം നോക്കി നിൽക്കുന്ന എനർജിയാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് സാമ്പത്തികം നേടാൻ വേണ്ടി, പക്ഷെ അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇനി നിങ്ങൾ അത് ലഭിക്കാൻ വേണ്ടി വളരെയധികം ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സഫലമാകുന്നതാണ്. ഈ വെയിറ്റിങ്ങിനൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുന്നതാണ്. അതുവഴി നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഇവിടെ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി അതുമല്ല എങ്കിൽ സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ട് അതിൽ തിരികെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി അതുമല്ല എങ്കിൽ ഭൂമിയിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം പണം, അതിൻ്റെ പലിശ സഹിതം ചിലപ്പോൾ കിട്ടാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആവാം. എന്തായാലും നിങ്ങളിവിടെ സമ്പത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഡബിൾ എനർജിയാണ്. കണ്ടില്ല? ആവശ്യമില്ലാത്ത ചെയ്യാനുള്ള ഒരു പ്രേരണ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഉണ്ടാവാം. ആരെങ്കിലും നിങ്ങളെ പ്രേരിപ്പിച്ചിട്ട് ഒരു തെറ്റിലേക്ക് നയിക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. എല്ലായ്പ്പോഴും നിങ്ങൾ സ്വയം മറന്നിരിക്കാൻ പാടില്ല. പരിസരം കൂടി നിങ്ങൾക്ക് ഒരു ഓർമ്മ വേണം. എല്ലാത്തിലും ഒരു ബോധമുണ്ടാവണം. റിയാലിറ്റിയിൽ ഇരിക്കാൻ ശ്രമിക്കണം. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ചിലപ്പോഴൊക്കെ മായയിൽ പെട്ടുഴലുന്നു, അവിടെയാണ് ദുഃഖം അനുഭവിക്കേണ്ടത്. റിയാലിറ്റിയിലേക്ക് വരൂ. കാര്യങ്ങൾ കാരണസഹിതം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതിന് സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളിൽ നിന്നും കരകയറാൻ സാധിക്കും. ഇവിടെ ഡബിളിന്റെ എനർജിയാണ്, നെഗറ്റീവ് എനർജി. നിങ്ങൾ എത്രമാത്രം പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്ന് വിചാരിച്ചിരുന്നാൽ പോലും ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രേരണ തരുന്നുണ്ട്. തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുന്നുണ്ട്. അമിതമായി നിങ്ങളെ വലിച്ചടിപ്പിക്കും തെറ്റിലേക്ക്. അത് വേണ്ട, അത് പാടില്ല. ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ സാമ്പത്തികപരമായ ചീറ്റിംഗ് ഉണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ വളരെയധികം പഞ്ചാര വാക്കുകളൊക്കെ പറഞ്ഞ് പ്രണയത്തിലേക്ക് വലിച്ചിടാം. മനസ്സിലായോ? ഇനി അതുകൊണ്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ കൊടുക്കാൻ പാടില്ല. അതുപോലെ അമിതമായിട്ട് സംസാരിക്കാനും പാടില്ല. ഒരു വ്യക്തികളോടും അപരിചിതരായിട്ടുള്ളവരോട് അധികം അടുക്കാൻ പോവാതിരിക്കുക. ഒരുപാട് സംസാരിക്കാതെ ഇരിക്കുക. ഒരു ബുദ്ധി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അതിലേക്ക് നിങ്ങളുടെ ഒരു ദൃഷ്ടിയും ഉണ്ടായിരിക്കണം. ഏത് കാര്യം വന്നാലും ബുദ്ധി പ്രവർത്തിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാൻ. ബുദ്ധിപൂർവം ചിന്തിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ വരുമ്പോൾ തെറ്റിലേക്ക് വഴുതി വീഴുകയില്ല. ഇവിടെ പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്.
എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കാനുണ്ട്, സാധിക്കണമെന്ന് അമിതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. അതിലേക്ക് ഇപ്പോൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട്, എന്നിരുന്നാൽ കൂടെയും ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. പേജ് ഓഫ് സോഡ് അല്ലേ? അപ്പോൾ സോഡ് എന്ന് പറയുമ്പോൾ അത് എന്താണോ വിചാരിച്ചിരിക്കുന്നത് ആ കാര്യം എനിക്ക് സാധിക്കണം എന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് ഇപ്പോഴാണ് അതിന് സമയം വന്നിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുറപ്പിച്ചിട്ട് മുന്നോട്ട് തീരുമാനമെടുത്തു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ അതുപോലെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കാനായിരിക്കും, ഏതെങ്കിലും കോഴ്സിന് ചേർന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിരിക്കാം, അല്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയാവാം, ഇനി അതുമല്ല ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനായിരിക്കാം. എന്താണോ നിങ്ങൾ ബുദ്ധിപൂർവ്വം തീരുമാനമെടുത്ത് വെച്ചിരിക്കുന്നത് ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനാൽ നിങ്ങളായിട്ട് ആക്ഷൻ എടുക്കുകയും വേണം എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ സിൻസിയർ ലവ് ആണ്. കണ്ടില്ലേ? കൂട്ടുകാർ, പിണങ്ങിയിരിക്കുന്ന കൂട്ടുകാർ തമ്മിൽ വീണ്ടും അടുക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു. പണ്ടെങ്ങോ കണ്ട് സംസാരിച്ചു പോയിട്ടുണ്ട്, വീണ്ടും ആ ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. ആ ഒരു സുഹൃത്ത് തിരികെ വന്ന് നിങ്ങളോട് സ്നേഹത്തിൽ സംസാരിക്കുകയും വീണ്ടും സൗഹൃദം പുതുക്കി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന എനർജി. ശത്രുത എന്തെങ്കിലും ആർക്കെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് ശത്രുത ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ശത്രുത മറന്നിട്ട് വീണ്ടും സ്നേഹത്തിലായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു കളങ്കമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതിൽ വീണ്ടും അതിനൊരു തുടക്കം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് ഇവിടെ ഒരു മാറ്റം വരികയാണ് ചെയ്യുന്നത്. ഇവിടെ 10 ഓഫ് പെന്റക്കിൾസ് ആണ്. കണ്ടില്ലേ? ഇവിടെ നിറഞ്ഞ സന്തോഷം അനുഭവിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസ് വന്നെങ്കിൽ ഇവിടെ 10 ഓഫ് പെന്റക്കിൾസ്. ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങളുടെ അടുത്ത് കൂടിയവരൊക്കെ നിങ്ങളോട് അടുത്ത് തന്നെ പറ്റിക്കൂടി നിൽക്കും. ആരെങ്കിലും നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു അവർ നിങ്ങളോട് അടുത്തുകൂടി തന്നെ നിൽക്കും. പിണങ്ങിപ്പോയവരുടെ തിരികെ വരുന്നു എന്ന് കാണുന്നുണ്ടല്ലോ. ചിലപ്പോൾ സാമ്പത്തികം ഉണ്ടെന്ന് കാണുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇവിടെ പറ്റിച്ചേർന്ന് നിൽക്കും. സാമ്പത്തികം ഉണ്ടെങ്കിലല്ലേ ഒരുപാട് ബന്ധുക്കൾ അടുത്തുകൂടുകയുള്ളൂ, അല്ലേ? ഒന്നുമില്ലെങ്കിൽ ആരും തിരിഞ്ഞും നോക്കില്ല, ആരും സഹായത്തിനും വരില്ല. കുറേയൊക്കെ സാമ്പത്തികം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണും, നമ്മളെ സഹായിക്കാനും ആൾക്കാർ കാണും, കടം തരാനും അപ്പോൾ ആൾക്കാരുണ്ടാവും, അല്ലേ? അപ്പോൾ ചുറ്റിനും ആൾക്കാർ വേറെയും കാണും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ്. ചിലപ്പോൾ റിട്ടയർമെന്റിൻ്റെതായിരിക്കാം സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. പൂർവിക സ്വത്ത് അത് സാമ്പത്തികമായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഏതെങ്കിലും വിധത്തിൽ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ലോട്ടറി അടിക്കാം. ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസും വന്നതല്ലേ, അപ്പോൾ ഒരു ലോട്ടറി അടിക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു, സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് സോഡിന്റെ എനർജിയാണ്. ചിലപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ കർമ്മ ഫേസ് ചെയ്യുന്നുണ്ടാവണം. ഒരുപാട് ദുഃഖത്തിൽ കഴിയുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിന്നും ഒരു മാറ്റം വരും. അല്ലാതെ എല്ലാ ദിവസവും ഒരുപാട് കാലങ്ങളോളം അല്ലെങ്കിൽ ഒരുപാട് കാലം ഈ ഒരു ദുഃഖത്തിലിരിക്കില്ല. അവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ മറികടന്ന് മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് കൂടെ ഒന്ന് എടുത്ത് നോക്കാവേ. എന്താണ് നിങ്ങളുടെ ഇന്നത്തെ ഭാഗ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഭാഗ്യം വരുന്നത് എന്ന് നോക്കാം. കരിയറാണ്. ഇയർ വന്നിട്ടുണ്ട്. നോട്ട്, സൺറൈസ്, ഒരു കാർഡ് എടുക്കാവേ. ലില്ലി, സ്പിരിച്വൽ ലവ്. കണ്ടില്ലേ? ഇത്തിരി ദുഃഖം തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട്, അൺസക്സസ്ഫുൾ
പ്ലാൻസ് ആണ്. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്ന പ്ലാൻസ്, നിങ്ങൾ ഏർപ്പെടുന്ന പരിപാടികൾ, അല്ലെങ്കിൽ നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ള പരിപാടി ചിലപ്പോൾ നിങ്ങൾക്ക് അത് വിജയം തന്നില്ല എന്ന് വരാം. ചിലപ്പോൾ മനസ്സിലായോ? ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല. നമ്മളെല്ലായ്പ്പോഴും പ്ലാൻ ചെയ്യുന്നതൊക്കെ സക്സസ് ആവണമെന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അത് ഇന്ന് സക്സസ് ആയില്ല എങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അത് സക്സസ് ആവും. അങ്ങനെയാണ്. സമയം മാറിയും തിരിഞ്ഞും ഒക്കെ വരാമല്ലോ എന്ന് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്ലാൻ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു പരിപാടി നിങ്ങൾക്ക് ചിലപ്പോൾ വിജയം തന്നില്ല എന്നും വരാം. അതുകൊണ്ട് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഇവിടെ വെയിറ്റിംഗ് ഫോർ ന്യൂസ് പാക്കേജ് ലെറ്റർ കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്ന ഏതെങ്കിലും ഒരു ന്യൂസിനോ അല്ല എങ്കിൽ ഒരു ലെറ്ററിനോ ഒരു പാക്കേജിനോ എങ്ങനെയായാലും ശരി നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. നല്ല നല്ല ചില കാര്യങ്ങൾ നടക്കാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ കരിയർ, ആർക്കെങ്കിലും ഇന്ന് പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ ജോലി അല്ല എങ്കിൽ ആ ജോലിയിൽ ഒരു പ്രൊമോഷൻ ലഭിക്കാം, നല്ലൊരു സീറ്റ് ഉറപ്പിക്കാം നിങ്ങൾക്ക്. അതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനായിട്ടുള്ള ഒരു സന്തോഷ വാർത്തയാണ്. നല്ലൊരു ജോലിക്കുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. അത് നിങ്ങൾക്കൊരു ശുഭപ്രതീക്ഷ തരുന്നതാണ് എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ സൺറൈസ് ആണ് വന്നിരിക്കുന്നത്. ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ്, ന്യൂ വെഞ്ചേഴ്സ്, ഫ്രഷ് സ്റ്റാർട്ട്. കണ്ടില്ല? പുതിയ പുതിയ ചില ആസൂത്രിതമായ കാര്യങ്ങൾ, പുതിയ ചില ക്രിയേറ്റീവ് എനർജി, നിങ്ങൾക്ക് അങ്ങനെ ആ ക്രിയേറ്റീവ് എനർജിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇന്ന് വർക്കാവും. മനസ്സിലായി? അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ട് ഇന്ന് വരുന്നുണ്ട്. ഒരു പുതിയ തുടക്കം, നല്ലൊരു പുതിയ തുടക്കം ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നു. എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും ഒരുപാട് സന്തോഷം തരുന്ന ഒരു സ്റ്റാർട്ടിങ് ഇന്നുണ്ടാവുന്നു എന്നുള്ളതാണ് കാണുന്നത്. സൺറൈസ്, സൂര്യൻ ഉദിച്ചു വരികയല്ലേ? അപ്പോൾ സൂര്യോദയത്തിൽ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇവിടെയോ സ്പിരിച്വൽ ലവ് ആണ്. അപ്പോൾ സ്പിരിച്വൽ ലവിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കാം, അല്ലേ? ഈ ഒരു ആത്മവിശ്വാസം ഉണ്ടാവാം. സ്പിരിച്വൽ ലവ് എന്ന് പറയുന്നത് എന്താണ്? ആത്മവിശ്വാസത്തെ കൂട്ടുന്നതാണ്. ആത്മവിശ്വാസത്തെ കൂട്ടി അതുപോലെ സ്പിരിച്വാലിറ്റിയെ വളർത്തി മുന്നോട്ട് കൊണ്ടുവരാനുള്ളതാണ് ഈ സ്പിരിച്വൽ ലവ് എന്ന് പറയുന്നത്. പിന്നെ ആർക്കെങ്കിലും അത് അങ്ങനെയുള്ള ഒരു ലവ് സംഭവിക്കാവുന്നതാണ്. അതുപോലെ ഗുഡ് ന്യൂസ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് കേൾക്കാനുള്ള അവസരമുണ്ടാവുന്നു. അപ്പോൾ ഏത് വിധത്തിലായാലും ഇന്ന് നിങ്ങൾക്കൊരു നല്ല വാർത്ത കേൾക്കാനുള്ള അവസരമുണ്ടാകുന്നു. ഏതെങ്കിലും തരത്തിലൊരു നല്ല വാർത്ത, ചിലപ്പോൾ ജോലി ലഭിക്കാനാവാം. അപ്പുറത്ത് തന്നെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന കരിയറാണ്. ജോലി ലഭിക്കാനാവാം, ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാനാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിനന്ദനം കിട്ടാൻ വേണ്ടിയാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യത്തിൽ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത കേൾക്കാനാവാം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം നല്ലൊരു പുതിയ തുടക്കം കുറിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. സ്പിരിച്വൽ ലവ് നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട്. ആത്മീയപരമായ എനർജിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതുവഴി ജീവിതത്തിൽ ഒരു സക്സസ് വരാനും പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.